ഹായ്, ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇവാലുവേറ്റ് L ഇൻവേഴ്സ് ഓഫ് S+1 ഡിവൈഡഡ് ബൈ S² മൈനസ് 4S. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു എസ് നമുക്ക് കോമൺ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊന്ന് എഴുതിയിരിക്കേണ്ട S+1 ഡിവൈഡഡ് ബൈ എസിന് കോമൺ ആക്കി എടുത്തു. അപ്പോൾ എസ് മൈനസ് 4 ആണ് വരിക. എന്നിട്ട് ഇതിനെന്ത് ചെയ്യുക? എ ഡിവൈഡഡ് ബൈ എസും പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് മൈനസ് 4 ഒക്കെ എഴുതാൻ പറ്റും. എന്നിട്ട് എൻ്റെയും ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക? രണ്ട് ഭാഗത്തും ഗുണിക്കുക. എസ് ഇൻറ്റു എസ് മൈനസ് 4 ഗുണിച്ചു. ഇവിടെയും എസ് ഇൻറ്റു എസ് മൈനസ് 4നെ ഗുണിക്കുക. ഇതും കട്ടായി പോവും. വിച്ച് ഈസ് ഈക്വൽ ടു S+1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഈസ് ഈക്വൽ ടു ഇതിനെ എന്നോട് ഗുണിച്ച് കഴിഞ്ഞാൽ എ ഇൻറ്റു എസ് ഇൻറ്റു എസ് മൈനസ് 4 വരും, ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ഇതിനോട് ഗുണിച്ച് കഴിഞ്ഞാൽ ബി ഇൻറ്റു എസ് ഇൻറ്റു എസ് മൈനസ് 4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 4 വരും. ഈ എസും കട്ടാവും, എസ് മൈനസ് 4ഉം തമ്മിൽ കട്ടാവും. അപ്പോൾ പിന്നെ S+1 ഈക്വൽ ടു എ ഇൻറ്റു എസ് മൈനസ് 4 പ്ലസ് ബി എസ് വരും. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ വ്യത്യാസം S+1 ഉണ്ട് എന്ന് മാത്രം. ചെയ്ത് നോക്കാം. ഇവിടെ ആദ്യം നമുക്ക് ബിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ബിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ തൊട്ട് എസ് ഈസ് ഈക്വൽ ടു 0 എടുത്താൽ മതി. എസ് ഈസ് ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആയി പോവും, ഇത് മാത്രം ഉണ്ടാവും. 0 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് 4 ഉണ്ടാവും. 0 - 4 ആണ്, -4 ആണ്. അപ്പോൾ എൻ്റെ വാല്യൂ എ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4, ഒരു നെഗറ്റീവ് ഉണ്ടാവും. ഇനി ബിന്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ തൊട്ട് എസ് ഈസ് ഈക്വൽ ടു എന്തിട്ട് കൊടുത്താൽ മതി? എസ് ഈസ് ഈക്വൽ ടു 4 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് സംഭവിക്കുക? എസ് ഈസ് ഈക്വൽ 4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4 + 1 5 ആവും. വിച്ച് ഈസ് ഈക്വൽ ടു ഇത് 0 ആയി പോകും. ബി ഇൻറ്റു 4 B4. ഓക്കെ, അപ്പോൾ ബിന്റെ വാല്യൂ ബി ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ ഇതിനങ്ങോട്ട് കൊണ്ടിടണം. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. അപ്പോൾ എയും കിട്ടി. എ എന്ന് പറഞ്ഞാൽ -1/4 ആണ്. ബി എന്ന് പറഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ 4 ആണ്. ഇതിനെ കണ്ടിന്യൂഷൻ ചെയ്ത് നോക്കാം. എന്ത് ചെയ്യണം? ഇവിടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്കൊന്നുകൂടി എഴുതിയിരിക്കാം. S+1 ഡിവൈഡഡ് ബൈ S² മൈനസ് 4S നമ്മൾ എന്താക്കി? ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് മൈനസ് 4. എസ് മൈനസ് 4 എഴുതി. ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്യുക? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം രണ്ടിടത്തും അപ്ലൈ ചെയ്യാം. ഇതിന് വീണ്ടും എഴുതിയെടുക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കണ്ട് പരിചയമായി കഴിഞ്ഞാൽ പിന്നെ നേരെ ഇട്ട് ഇതിൽ തന്നെ പോവാം. വിച്ച് ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1/4 ആണ്. -1 ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ബിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5/4 ആണ്. അപ്പോൾ 5/4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 4 വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ലീനിയറിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. -1/4 കോൺസ്റ്റന്റ് ആണ്. ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് വരും. പ്ലസ് 5/4 കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുത്ത് L ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 4 വരും. ഓക്കെ, -1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് 5 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 4 എന്ന് പറഞ്ഞാൽ e⁻at ഫോമിലാണുള്ളത്. e⁻, ഇവിടെ നെഗറ്റീവ് ആണ്, നമ്മൾ പോസിറ്റീവ് ഇടും, 14 വരും. ഓക്കെ, ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. ആൻസർ ഫൈനൽ വരിക -1 പ്ലസ് 5 e⁻40 ഡിവൈഡഡ് ബൈ 4 വരും. ആണെന്നുണ്ടെങ്കിൽ ഇതിനെ എക്സ്ചേഞ്ച് ചെയ്ത് എഴുതാം, കാണാനൊന്നും കൂടി ഇങ്ങനെ ഉണ്ടാവും. വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു e⁻40. ഇവിടെ പോസിറ്റീവ് തന്നെയാണ് കേട്ടോ ഈ 5ന്. -1 ഡിവൈഡഡ് ബൈ 4 ആണ് ഫൈനൽ ആൻസർ വരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, വീണ്ടും ആവർത്തിക്കാണ്. അപ്പോൾ ചെയ്താൽ മതി, ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. താങ്ക് യു.